ശരത്ത് ഇവര് വിചാരിക്കുന്ന എന്താണ്? ഇയാൾ പനാമയിലേക്ക് കയറുന്നതിന് മുന്നേ മോദിനെ 2 സ്തുതിച്ചെഴുതും. അല്ലെങ്കിൽ എന്നാ വായിൽ വരുന്നത് അങ്ങ് പറയാം. അല്ല. ഓവൈസി എന്താണ് ഇന്നലെ സൗദി സംസാരിച്ചത്? ഈ ജോൺ ബ്രിട്ടാസ് എന്താണ് സംസാരിക്കുന്നത്? ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അവർ വ്യക്തമായി പഠിച്ച് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് ഇന്ത്യയുടെ പോയിന്റ്സ് ആണ് പറയുന്നത്. ഇവരെല്ലാം പറയുന്നത് ഒരു കാര്യമാണ്. അവരുടെ സംസാര രീതിയും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷ അതിലൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടെന്നേ ഉള്ളൂ. ശശി തരൂരിന് കുറച്ചുകൂടി മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നത് കൂടിയുണ്ട്. അത് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് കിട്ടുന്നത് ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്. പല രീതിയിൽ ഒരേ ആശയം പ്രചരിപ്പിക്കുന്നിടത്ത് ശശി തരൂരിനെ മാത്രം കോർണർ ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസ് സത്യത്തിൽ ചെയ്യുന്നത് പി വി അൻവറിനെ പോലെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഭാവിയിലേക്ക് പോകുന്നു. എല്ലാ കാലത്തും ഒരു ഗുണം ഉണ്ടായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം, ഒരു നേതാവിന് അവരുടെ നിലപാടുകൾ പച്ചയ്ക്ക് വിളിച്ച് പറയാനുള്ളതായിരുന്നു. ഒരു കേഡർ പാർട്ടി എന്ന രീതിയിലല്ല. നമുക്കിവിടെ കേരളത്തിലാണെങ്കിലും ഇടതുപക്ഷത്തിനായാലും ബി ജെ പിക്കും കുറച്ച് എന്താ പറയുക ഒരു പിടുത്തമുണ്ട്. എന്തും തുറന്നു പറയാനുള്ള അവകാശമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്യേണ്ടത് ആർക്കും എന്തും പറയും. ഇപ്പൊ അത് പി വി അൻവറിന്റെ വിഷയം നമ്മൾ തന്നെ കണ്ടതാണ്. ഓരോ നേതാക്കളും ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം, അതിന്റെ പേരിൽ വലിയ ഇതുണ്ട്. ശശി തരൂർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് കോൺഗ്രസ് അത് അദ്ദേഹത്തിന് പറ്റിയൊരു ഇടം തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്ത് പോയി ഇത്രയും അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ കോൺഗ്രസിനോട് നിൽക്കുന്നത്. അത് കോൺഗ്രസിന്റെ മഹാത്മ്യം പറയാതെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നിലനിൽക്കുന്നത്. പക്ഷെ അത് കോൺഗ്രസിന് അത് മനസ്സിലാകുന്നില്ല. അവരെന്തോ സ്വയമേ ഒരു നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നു. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെ എത്തില്ല. നമ്മൾ എപ്പോഴും പറയുകയാണ്, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ തടഞ്ഞു നിർത്തിയാൽ സാധാരണ ഇപ്പൊ നമ്മൾ എന്താണ്, നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ, നമ്മളിപ്പോൾ ഈ സമയത്ത് എന്താണ് ചെയ്യുക? ഞാനിപ്പോൾ ഒരു അനുഭാവിയാണ്, രാഷ്ട്രീയ അനുഭാവിയാണ്. അപ്പോൾ ഞാനിപ്പോ രാജ്യത്തിനെതിരെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ പാർട്ടിയെക്കാളും നമ്മൾ കാണുന്നത് ഒരുപക്ഷെ രാജ്യത്തിനെ ആയിരിക്കും. അത് തന്നെയാണ് ശശി തരൂരും ചെയ്തത്. ഇവിടെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ട് കോൺഗ്രസിന്റെ ഒരു നിലപാട്, ആ രാഷ്ട്രീയം കളിക്കുന്നത് അത്രയും യുക്തിയുള്ളതല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഓരോ നിലപാടുകളും സദസ്യവും നമ്മൾ സാധാരണക്കാരാണ് നിരീക്ഷിക്കുന്നത്. രാഷ്ട്രീയമുള്ളവരെക്കാൾ രാഷ്ട്രീയമില്ലാത്തവർ സാധാരണക്കാരുടെ ശബ്ദമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ സ്വയം വില കളയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്.